തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദക്ഷിണേന്ത്യ സഭയുടെ വാർഷിക ദിനമാണിന്ന്. ദാറ്റ് ദേ ഓൾ മേ ബി വൺ. ആംഗ്ലിക്കൻ ചർച്ച് മുതൽ കോൺഗ്രിഗേഷൻ ചർച്ച് വരെ ഒരുമിച്ച് കൂടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഐക്യസഭ, രണ്ടാം പെന്തക്കോസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രോട്ടസ്റ്റന്റ് സഭ. ഇതിൻ്റെ അടിസ്ഥാനം കർത്താവ് പറഞ്ഞിരിക്കുന്ന അനുഭവത്തിൽ ഇന്നത്തെ ഐക്യത്തെ പറ്റിയാണ് പറയുന്നത്. ആ ഐക്യം ഒരുമിച്ചാകുമ്പോഴാണ് അതിൻ്റെ സന്തോഷമുണ്ടാകുന്നത്. പലതരത്തിലുള്ള അനേക ആളുകൾ ഒരുമിച്ച് കൂടിയതാണ്. ഇതുപോലെ മറ്റൊരു സഭയിലും കാണാൻ സാധിക്കുകയില്ല. അത് കാരണം ഇത് മിഷണറിമാരുടെ ഇവിടുത്തെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ മിഷണറിമാർ ഈ രാജ്യം വിട്ടു പോകുന്നതിന് മുമ്പായി അതിനു മുമ്പുള്ള 25 വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം നൽകിയ വലിയൊരു സമ്മാനമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ സഭ ഇന്നും നിലനിന്ന് മുൻപോട്ട് പോകാൻ സാധിക്കുന്നു. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ എല്ലാ സഭകൾക്കും നേരിടുന്നത് പോലെ ഈ പ്രതിസന്ധികളുടെ ഈ മധ്യത്തിൽ ഈ സഭ ശക്തമായി മുൻപോട്ട് പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടതാണ്. അവിടെ കർത്താവ് ശുശ്രൂഷയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1 മുതൽ 9 വരെയുള്ള ആ വാക്യങ്ങളിൽ കർത്താവ് അവൻ 12 വരെ അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കാൻ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. കർത്താവ് അപ്പോസ്തലന്മാർക്ക് ശക്തിയും അധികാരവും കൊടുത്തത് ശുശ്രൂഷയ്ക്കാണ് ശക്തി കൊടുത്തത്. ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, ദൈവരാജ്യം പ്രസംഗിക്കാൻ. വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത്, 2 ഉടുപ്പ് വരുത്. നിങ്ങൾ ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ അവിടെ വിട്ട് പോകുമ്പോൾ അവിടെ തന്നെ പാർപ്പിൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ടവരുടെ നേരെ സാക്ഷി തന്നെ നിങ്ങളുടെ കാലിൽ നിന്ന് പൊടി തട്ടിക്കളവീൻ. അവർ പുറപ്പെട്ട് ഇന്ന് സുവിശേഷം രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് ഊരുതോറും സഞ്ചരിച്ചു. ആ മിനിസ്ട്രി ത്രൂ ഡിസൈപ്പിൾസ് യേശു ഉദ്ദേശിച്ച ടേക്ക് ദ ഡസ്റ്റ് ഓഫ്. ഇതിനെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ പൊടി തട്ടിക്കളഞ്ഞ് നീ പൊയ്ക്കോണം. ട്രാവൽ ലൈറ്റ്. ആവശ്യമില്ലാത്തതൊന്നും സമ്പാദിച്ചും അത് പ്രയാസപ്പെട്ട് ബാങ്ക് ഡെപ്പോസിറ്റ് വർദ്ധിപ്പിച്ചും മറ്റ് ആർഭാടങ്ങളൊന്നും കാണിക്കാനുള്ളതല്ല ഒരു ദൈവ ശുശ്രൂഷകൻ. ആൻഡ് ഡിപ്പെൻഡ് ഓൺ ഹോസ്പിറ്റാലിറ്റി. പരസ്പരം ബഹുമാനിച്ച് ആ പത്രോസിന് ഒരു വാളേ ഉള്ളായിരുന്നു. വേദപുസ്തകവും നമ്മുടെ ഉടുപ്പ് എല്ലാം 2 എടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പക്കണവും അപ്പവും ഒന്നും എടുക്കുക, 2 ഉടുപ്പ് വരുത്. 2 വരുതെന്നാണ് പറയുന്നത്. 2 പോലും എടുക്കാൻ ഒക്കുകയില്ല. അങ്ങനെ ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. ഈ കർത്താവിൻ്റെ ഈ വചനം പോലെ ജീവിക്കുന്ന ധാരാളം രഹസ്യ യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ട്. വ്യക്തിപരമായിട്ട് അനേകരെ എനിക്കറിയാം. വളരെ കഷ്ടപ്പെട്ടും ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും അവരുടെ കഴിക്കുന്ന ജീവിത ചെലവ് പോലും അവരുടെ ഭാരമാണ്. പക്ഷെ അവരുടെ മുഖത്തും അവരുടെ പ്രവർത്തനത്തിലും ഭയങ്കര സന്തോഷമാണ്. ആ കർത്താവിൻ്റെ ശുശ്രൂഷ അപ്രകാരം ചെയ്തെടുക്കുവാനാണ് ദക്ഷിണേന്ത്യ സഭ ആഗ്രഹിക്കുന്നത്. 50 വർഷം കഴിയുമ്പോൾ ചർച്ച് ഓഫ് ഇന്ത്യ ആകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന, എന്നാൽ ഈ 78ാമത്തെ വർഷത്തിൽ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയായി മുൻപോട്ട് പോകുമ്പോൾ ദൈവം ഇതിൻ്റെ നായകനും നടത്തിപ്പുകാരനുമായി മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടുതൽ ഇതിനെ ശക്തി നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ വലിയ ഐക്യസഭയുടെ ഒരു ശുശ്രൂഷനായി തീരുവാൻ ലഭിച്ച ഭാഗ്യമോർത്ത ദൈവത്തിന് നന്ദി കരയിറ്റുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, പരിശുദ്ധ പിതാവേ, ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദക്ഷിണേന്ത്യ സഭയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ കരം കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ പാരമ്പര്യങ്ങളെ കോർത്തിണക്കി ഒറ്റ സഭയായി മുൻപോട്ട് പോകുമ്പോൾ ആ ദൈവകൃപയുടെ ശക്തിയിൽ എല്ലാവരും ചിന്തിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സ്, മറ്റ് സ്റ്റാഫംഗങ്ങൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന
വലിയ ധ്യാന കേന്ദ്രങ്ങൾ മുതൽ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് വരെ കഷ്ടപ്പെട്ട് ശുശ്രൂഷിക്കുന്ന എല്ലാവരുടെയും മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, മറ്റ് പല തരത്തിൽ ജോലി ചെയ്യുന്ന ഏവരുടെ മേലും ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.